സ്വന്തമെന്ന് പറയുവാൻ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം എഴുതി: ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകണമെന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കുക: നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒരു സ്വഭാവമുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ആൾക്കാരുടെ സ്വഭാവവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അഥവാ അവന്റെ സ്വഭാവമാണ് പലപ്പോഴും നമ്മിൽ വെളിപ്പെട്ട് വരുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. നമ്മോട് ചിരിച്ച് സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ചിരിച്ച് സംസാരിക്കും. നമ്മോട് കോപത്തോടെ ഒരാൾ സംസാരിച്ചാൽ നമ്മൾ തിരിച്ച് കോപത്തോടെ സംസാരിക്കും. നമ്മെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചീത്ത പറയും. നമ്മെ ഇഷ്ടപ്പെടാത്ത ഒരാൾ നമ്മെ കളിയാക്കിയാൽ, നമ്മെ മോശക്കാരനെന്ന് പറഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കും. നമ്മെ കോപത്തോടെ നോക്കുന്നവനെ നമ്മൾ കോപത്തോടെ നോക്കും. നമ്മെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കുന്നവനെ നമ്മൾ ചിരിച്ചുകൊണ്ട് നോക്കും. നോക്കിയേ, ഇവിടെയെല്ലാം നമ്മിൽ പ്രകടമാകുന്ന സ്വഭാവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നവന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ്. അതായത് നമ്മുടെ സ്വഭാവം പലപ്പോഴും നമ്മുടേതല്ല, ഇത് മറ്റുള്ളവന്റെ സ്വഭാവമാണ്. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനം പറയുന്നത് നിനക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണം. അത് ഈ നാളുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.